പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ കൂട്ടുകാരുണ്ടല്ലേ, കുറേ ഫ്രണ്ട്സുകൾ, അടുത്തും അകലെയുമായിട്ടൊക്കെ ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട്. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ്, ഏറ്റവും നല്ല കൂട്ടുകാരി ആരാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പ്രശ്നം ഇല്ലാതിരിക്കുമ്പോഴായാലും, ആരുടെയും ജീവിതത്തിൽ പ്രശ്നമില്ലാതിരുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് നമ്മളോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ, ആർ യു ഓക്കെ, നീ ഓക്കെ ആണോ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അത്ര അടുത്ത കൂട്ടുകാർ നമുക്കുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ആരെയെങ്കിലും വിളിച്ച് ചോദിക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ആരോടും ചോദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലും ബൈബിളിലും പഠിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് നമുക്കും കിട്ടുന്നത്. നമ്മൾ ആരെയോടും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് എൻ്റെ ചിന്തകളെ ബൈബിൾ വചനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ വചനങ്ങളിലേക്ക് കൊണ്ടുപോയ സമയത്താണ് എനിക്ക് തോന്നിയത്, ആരാണ് നമ്മുടെ നല്ല കൂട്ടുകാരൻ, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ നല്ല കൂട്ടുകാരി, അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ നല്ല കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മൾ നല്ല കൂട്ടുകാരിയോ ആയിരിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ വചനങ്ങളിലേക്ക് ചിന്തിച്ചപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അതിൽ ഒരു ന്യായശാസ്ത്രി, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്, ബൈബിൾ ഭാഗമാണ് ഗുഡ് സമരിറ്റൻ, നല്ല ശമരിയക്കാരൻ്റെ കഥ. അതിൻ്റെ പശ്ചാത്തലം നമ്മുടെ യേശു ക്രിസ്തുവിനോട് ഒരു ന്യായശാസ്ത്രി ചോദിക്കുകയാണ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം നിത്യജീവന് അവകാശിയായി തീരുവാൻ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നിത്യജീവന് അവകാശിയായി തീരുക എന്നുള്ളതാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ്, അവകാശിയായി തീരുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഈ ന്യായശാസ്ത്രി നമ്മുടെ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിത്യജീവന് അവകാശിയായി തീരുവാൻ വേണ്ടിയിട്ട്? അതിനകത്ത് ഇംഗ്ലീഷിനകത്ത് പറഞ്ഞിരിക്കുന്നത് വൺ ഡേ ആൻഡ് അതോറിറ്റി ഓൺ ദ ലോ, അതായത് ന്യായശാസ്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആൻഡ് അതോറിറ്റി ഓൺ ദ ലോ. അതായത് ന്യായശാസ്ത്രി എന്ന് പറഞ്ഞാൽ ലോയെക്കുറിച്ച് എല്ലാ അതോറിറ്റിയും ഉള്ള ഒരു മനുഷ്യനാണ്. ലോയെ നിയന്ത്രിക്കാനുള്ള അതോറിറ്റി ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലോയെക്കുറിച്ച് കംപ്ലീറ്റ് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അറിയുകയും അതിനെ ന്യായപാലനം ചെയ്യാൻ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ന്യായശാസ്ത്രി എന്ന് പറയുന്നത്. ആ വ്യക്തി ടു ടെസ്റ്റ് ജീസസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കാൻ, ടീച്ചർ ഹി ആസ്ക്ഡ് വാട്ട് മസ്റ്റ് ഐ ഡു ടു റിസീവ് ദ എറ്റേണൽ ലൈഫ്, അതായത് എറ്റേണൽ ലൈഫ് കിട്ടുവാൻ, നിത്യജീവനെ അവകാശിയാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ യേശു ക്രിസ്തുവിന് ഇവൻ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നും എന്തിനാണ് ചോദിച്ചതെന്നും നമ്മുടെ യേശുപ്പച്ചന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ യേശുപ്പച്ചൻ തിരിച്ചു ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിൽ നീ എന്തു വായിക്കുന്നു? അതായത് ഈ യേശുപ്പച്ചനോട് ചോദിച്ച ഈ വ്യക്തി ആരാണെന്ന് യേശുപ്പച്ചന് അറിയാം. അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, നീ എന്താണ് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുള്ളത്? കാരണം അതോറിറ്റി ഓഫ് ലോ അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് എന്താണ്? അതിൻ്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇങ്ങനെ വായിക്കുന്നു. എന്താണ് വായിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം രണ്ടാണ് ന്യായപ്രമാണത്തിലെ 2 കൽപ്പനകളാണ്. അതായത് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ആ പറഞ്ഞ വാക്കിന്, ആ പറഞ്ഞ വേർഡിന്, ആ ടേമിന് ശരിക്കും വിലയുണ്ട്. നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. നാം നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഒന്നാമത്തെ ന്യായപ്രമാണത്തിൻ്റെ ഫസ്റ്റ് കൽപ്പന, ആദ്യത്തെ ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. അതായത് ദൈവത്തെ നമ്മുടെ പൂർണ്ണമായ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തിന്, അതായത് 100% പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. പിന്നെ പറയുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ലവ് യുവർ നൈബർ as you love yourself. as you love yourself. ലവ് യുവർ നൈബർ. നൈബർ എന്ന് പറയുന്നു, നമ്മുടെ മലയാള ട്രാൻസ്ലേഷന് കൂട്ടുകാരൻ എന്നാണ് പറഞ്ഞത്. അതായത് അതിന് സെയിം മീനിങ് ആണ് അതിനുള്ളത്. ആരാണ് ഈ കൂട്ടുകാരൻ? നമ്മൾ എപ്പോഴും കൊണ്ടുനടക്കുന്ന ബെസ്റ്റികളാണോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന, നമ്മുടെ ഇപ്പം ന്യൂജൻ തലമുറയിൽ, അതായത് പുതിയ തലമുറക്കാർ പറയുന്നത് BF എൻ്റെ ബെസ്റ്റിയാ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതാണോ എൻ്റെ കൂട്ടുകാരൻ? ആ കൂട്ടുകാരനെ സ്നേഹിക്കാനാണോ ഈ ബൈബിൾ പറയുന്നത്? അത് ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാനാണോ പറയുന്നത്? അല്ലെങ്കിൽ എന്നും എന്നെ ഫോണിൽ വിളിച്ച് ഞാൻ അരമണിക്കൂർ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഫ്രണ്ടിനെ സ്നേഹിക്കുന്ന കാര്യമാണോ ഈ ബൈബിൾ പറയുന്നത്? ആ ഫ്രണ്ടിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ 100 അല്ലെങ്കിൽ 200% ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിനെ. ആ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ എല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതാണോ ബൈബിൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. അതിൻ്റെ താഴോട്ട് അതിനൊരു ഉപമ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. അതായത് ന്യായശാസ്ത്രത്തെ ചോദിക്കുകയാണ്, നീ പറഞ്ഞ ഉത്തരമൊക്കെ ശരിയാ. അതായത് നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞു, ന്യായശാസ്ത്രി പറഞ്ഞ ഉത്തരമൊക്കെ നീ ശരിയാ. അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ തന്നെ ചെയ്യാനാണ് നമ്മുടെ യേശുക്രിസ്തു പറയുന്നത്. എന്നാൽ നീ ജീവിക്കും, ഇങ്ങനെ നീ ചെയ്താൽ നീ ജീവിക്കും എന്നാണ് നമ്മുടെ യേശുക്രിസ്തു പറയുന്നത്. അവൻ തന്നെ താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ എന്ന് ചോദിച്ചു. അപ്പം അവൻ വിചാരിക്കുന്നത് അവനെല്ലാം പെർഫെക്റ്റ് ആണ്, അവൻ എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് എല്ലാ ലോയുടെ അതോറിറ്റിയാണ്, എല്ലാം എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കൂട്ടുകാരൻ ആരാണ്? നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു, നമ്മുടെ കൂട്ടുകാരാരാണ്? ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും വിളിച്ച് കുശലം അന്വേഷിക്കുന്ന വ്യക്തിയാണോ നമ്മുടെ കൂട്ടുകാരൻ? അതിന് യേശു ക്രിസ്തു പറയുന്ന ഒരു ഉപമയാണ് അതിൻ്റെ 30-ാം വാക്യം തൊട്ട് പറയുന്നത്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലാകപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും കുഞ്ഞു തൊട്ട് വൃദ്ധ ആളുകൾക്ക്, ഒരു ക്രിസ്ത്യാനി ആയാൽ നല്ല ശമര്യക്കാരൻ്റെ കഥ അറിയാത്ത ഒരു വ്യക്തിയും കാണത്തില്ല. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലാകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലോട്ട് പോവാം, കള്ളന്മാരാൽ അകപ്പെട്ടു. അവൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചെടുത്തു, അവൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോയി, എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി. അവനെ അർദ്ധപ്രാണനായി വിട്ടിട്ട് പോയി. ആ വഴിയെ അർദ്ധപ്രാണനായി അവൻ വഴിയരികെ കിടക്കുക. ആ വഴിയെ ആദ്യമായിട്ട് ഒരു വ്യക്തി കടന്നു പോകുന്നു, ഒരു പുരോഹിതൻ കടന്നു പോകുന്നു. ഇംഗ്ലീഷിൽ പ്രീസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് അറിയാം പുരോഹിതൻ ആരാ. പുരോഹിതനും ഒരു റിലീജിയസിൻ്റെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ, ഒരു റിലീജിയൻ്റെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ആ റിലീജിയനെ കുറിച്ച് നല്ല ബോധമുള്ളൊരു വ്യക്തിയാണ്. എങ്കിൽ മാത്രമേ ആ റിലീജിയനെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ആ വ്യക്തിക്ക് പറ്റത്തുള്ളൂ. ഏതൊരു റിലീജിയനിലായാലും ആ വ്യക്തിക്ക് അവർ ഏതിനെയാണോ ഫോളോ ചെയ്യുന്നത്, ആ ഗ്രന്ഥത്തിലെ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാവുന്ന വ്യക്തി ഇത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞതും ഈ ന്യായശാസ്ത്രി പറഞ്ഞതുമായ ഈ ന്യായപ്രമാണത്തിലെ ഈ ലോകളും നല്ലപോലെ അറിയാവുന്ന വ്യക്തിയും ആയിരിക്കുമല്ലോ ഈ പുരോഹിതൻ എന്ന് പറയുന്നത്. ആ പുരോഹിതനാണ് ഇതുവഴി പോയത്. ആ വ്യക്തിയെ കണ്ടു, അവനെ കണ്ടിട്ട് മാറി കടന്നു പോയി എന്നാണ് അതിൻ്റെ 31-ാം വാക്യത്തിൽ പറയുന്നത്. പുരോഹിതൻ കണ്ടു. ആ സമയത്ത് ആ പുരോഹിതൻ പഠിച്ച അവൻ്റെ വേദപാഠങ്ങളും ലോകളും എല്ലാം അവൻ മറന്നുപോയി എന്ന് നമുക്ക് സങ്കല്പിക്കാം, അല്ലേ? മറന്നു പോയത് കൊണ്ടല്ലേ ആ വ്യക്തിക്ക് ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മാറി കടന്നു പോവാൻ തോന്നിയത്. അതിൻ്റെ 32-ാം വാക്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ വഴി കടന്നുപോയി. ലേവ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ആരാണ് ഈ ലേവ്യൻ? ലെവിറ്റിക്കസ്, ലേവ്യ കുടുംബം അല്ലെങ്കിൽ ലേവ്യ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ലേവ്യ കുടുംബം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നല്ല പുരോഹിതനെ പോലെ തന്നെ നല്ല ഒരു സെയിം ആസ് പ്രീസ്റ്റ്, അതായത് അതേ ഒരു ലെവലിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ലേവ്യർ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ ലേവ്യനും അതുവഴി കടന്നുപോയി. അപ്പോൾ ആ ലേവ്യൻ സെയിം ആസ് പ്രീസ്റ്റ് ലെവൽ, പുരോഹിതന്റെ ലെവലിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാവുമ്പോൾ അവർക്കും ലോയും അതോറിറ്റിയും അങ്ങനെ എല്ലാം നല്ല വ്യക്തമായി അറിയാം. ന്യായപ്രമാണവും അതിൻ്റെ ലോകളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ ലേവ്യനും അതുവഴി കടന്നുപോയി. അതുവഴി കടന്നുപോയിട്ട് അവനെ കണ്ടിട്ട് മാറി നടന്നുപോയി. അവനും മറന്നുപോയി, അവൻ്റെ ലോകളെല്ലാം മറന്നുപോയി.
അതിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, ഒരു ശമര്യക്കാരനോ അതുവഴി നടന്നുപോയി. ശമര്യക്കാരനെ അന്നത്തെ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത്, ശമര്യക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ശമര്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിലെ ഒരു ലോ ലെവലായിട്ടുള്ള ആളുകളാണ്. മേ ബി ജാതികളായിരിക്കാം, ഓക്കെ, ജെൻഡൈൽസ് ആയിരിക്കാം. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പ്രീസ്റ്റിൻ്റെ അത്രയോ ലേവിയരുടെ അത്രയോ ഒരു ഹൈ കാസ്റ്റിലുള്ളവരല്ല, അല്ലെങ്കിൽ ഹൈ ലെവലിലുള്ളവരല്ല സമൂഹത്തിൽ. അവരൊരു ജെൻഡൈൽസിൻ്റെ ലെവലിലുള്ളവരായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശമര്യക്കാരൻ അതുവഴി കടന്നുപോയി. പക്ഷേ മേ ബി ഈ വ്യക്തിക്ക്, ശമര്യക്കാരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലോകളെല്ലാം ഒന്നും അറിയാമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നതുമില്ല. അപ്പോൾ ആ ശമര്യക്കാരൻ അതുവഴി കടന്നു പോയപ്പോൾ അവനെ ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ടും മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. വഴിയമ്പലം എന്ന് പറഞ്ഞാൽ സത്രം, അതായത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെ കൊണ്ടുപോയി അവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവനെ ശുശ്രൂഷിക്കണേ എന്ന് അവരോട് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് കടന്നു പോകുന്നതായിട്ടാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മളും ചിന്തിച്ചു നോക്കിക്കേ, ഇതിൽ ആരാണ് നല്ല കൂട്ടുകാരൻ, നല്ല ആളാരാണ്? അതായത് നമ്മൾ വിഷമത്തിൽ അല്ലെങ്കിൽ കഷ്ടതയിൽ പ്രയാസത്തിലായിരുന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ ഓടി വരുന്ന വ്യക്തികളെ അല്ലേ നമ്മൾ എപ്പോഴും ഓർക്കാറുള്ളൂ, അല്ലേ? നമ്മളെ ആ പ്രോബ്ലത്തിൽ നമ്മൾ ആരാണ് നമ്മളെ ഒന്ന് പിടിച്ചു കയറ്റാനും നമ്മളുടെ കൂടെ ആരുണ്ടായിരുന്നു, ആ വ്യക്തികളെ നമ്മൾ അന്ത്യം വരെ ഓർക്കത്തില്ലേ? തീർച്ചയായിട്ടും ഓർക്കും. അതോ ആ സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ് മാറിക്കടന്നുപോയി, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ വേണം, നിനക്ക് അത് തന്നെ വരേണ്ടതായിരുന്നു, നീ അനുഭവിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ആ വ്യക്തികളെ നമുക്ക് പിന്നെ സഹായിക്കാൻ തോന്നുമോ? അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവരെ ഓർക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഉപമയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ആ നല്ല ശമര്യക്കാരനാണ് ആ അർത്ഥപ്രാണനായി കിടക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് നല്ല കൂട്ടുകാരൻ. ഇവിടെ നമ്മൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ ഉപമയിൽ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ 35-ന്റെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞ അതായത് അവൻ ഈ ശമര്യക്കാരൻ അവനെ വഴിയമ്പലത്തിൽ ശുശ്രൂഷിക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവന് 2 വെള്ളിക്കാശെടുത്ത് അവിടെ കൊടുക്കുന്നു. അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷിക്കണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ വന്നു കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. എനിക്കിവിടെ എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ആരേലും കഷ്ടത്തിൽ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ശമര്യക്കാരൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല ആ അർത്ഥപ്രാണനായി കിടക്കുന്ന വ്യക്തി. ഇന്ന് ശമര്യക്കാരനെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല ആ അർത്ഥപ്രാണനായ വ്യക്തി. അത് ആരോ എവിടെയോ വഴി കിടന്നൊരു വ്യക്തി. ആ ശമര്യക്കാരൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ആ അർദ്ധപ്രാണനായി കിടക്കുന്ന ആ വ്യക്തി. അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവനായിരുന്നു അവനെ സംബന്ധിച്ച് നല്ല കൂട്ടുകാരൻ, നല്ല ശമര്യക്കാരൻ. അതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ അല്പമെങ്കിലും ചെലവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ നമുക്ക് വേണ്ടി നിത്യജീവനെ ഒരുക്കിക്കൊണ്ട്, നമ്മുടെ നിത്യജീവനെ നമുക്ക് വലിയതൊരുക്കി, നമുക്ക് പ്രതിഫലം ഒരുക്കി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ നമുക്കത് തീർച്ചയായും ലഭിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ആ 35-ന്റെ ആ അവസാന ഭാഗം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നല്ല കൂട്ടുകാരൻ ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 15-ന്റെ 20 പറയുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ യേശുപ്പച്ചൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 7-ന്റെ 21 പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നമ്മളെപ്പോഴും കർത്താവേ 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 എന്ന് പറഞ്ഞ് ഇരുന്നാൽ മാത്രം പോരാ. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കൂട്ടുകാരായിരിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ചെയ്താലേ നമുക്ക് നമ്മുടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് അവകാശം ലഭിക്കുകയുള്ളൂ.
അതേപോലെ കൊലോസ്യരുടെ പുസ്തകം 3:23-24 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരൂ എന്നറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് തന്നെ പ്രാപിക്കും. ആർക്കും മുഖവശമില്ല എന്നാണ് കൊലോസ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം മടങ്ങി വരവിൽ ഏറ്റവും നല്ല പ്രതിഫലം കിട്ടാൻ അർഹതയുള്ളവരായി തീരാനും വേണ്ടിയിട്ട് നമ്മൾ നല്ല കൂട്ടുകാരായി, മറ്റുള്ളവർക്ക് നല്ല മാതൃകയായിട്ട് നല്ല കൂട്ടുകാരായി ജീവിപ്പാനും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇതാണ് എൻ്റെ നല്ല കൂട്ടുകാരി, ഇതാണ് നല്ല കൂട്ടുകാരൻ എന്ന് പറയത്തക്ക രീതിയിൽ നല്ലത് മാത്രം പ്രവർത്തിക്കുക. നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെളിപ്പാട് 22:12 പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ആ തക്ക പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമ്മൾ അർഹതയുള്ളവരായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.